നാലാമത്തത് എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും ശേഷം, എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ അള്ളാഹു താല സ്വീകരിക്കും. ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ പാട് എഴുന്നേറ്റ് ഓടുന്നത് കാണാം. അങ്ങനെ ഓടണ്ട, അവിടെ തന്നെ ഇരിക്ക്. ഇനി അത് ഏത് പള്ളി പ്രസിഡന്റ് ആയാലും പള്ളി സെക്രട്ടറി ആയാലും നിനക്ക് എഴുതാനും കുത്താനൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ, അല്ലെങ്കിൽ നിസ്കാരത്തിനൊക്കെ മുന്നേ. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ദുആക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഇജാബത്തുണ്ട്, ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് അപ്പോ നാലാമത്തെ സമയം പറഞ്ഞത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. ഇമാമും ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാല് ഇമാമു നമുക്ക് ദുആ ചെയ്ത് വരുമ്പോ നമ്മൾ ദുആക്ക് ആമീൻ പറയുമ്പോ അത് അള്ളാഹു താല സ്വീകരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ ചില ആളുകളുണ്ട് നിസ്കരിച്ചിട്ട് ദുആ പോലും ചെയ്യൂല. ഇമാം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, മൗമുമിങ്ങൾ പല ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കും, അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും. അവനവന് വേണ ദുആ ചെയ്ത്, വേണ്ടെങ്കിൽ ദുആ ചെയ്തില്ല, എഴുന്നേറ്റ് പോയോ ഇരുന്നോ ഒന്നറിയില്ല. അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കലാ നല്ലത്. അതവിടെ ഇരിക്കട്ടെ. ഇനി അള്ളാഹു താല ദുആ സ്വീകരിക്കുന്ന അഞ്ചാമത്തെ സമയമായിട്ട് പറയുന്നത്